തൊണ്ടയിലൊന്നും എഴുതി മരിക്കില്ല നീ. ഇല്ല. ആ കൊള്ളാല്ലേ, എങ്ങനെയുണ്ട്? അപ്പോൾ ഹാങ്കറിങ് അപ്ഡേറ്റിൻ്റെ നോർമൽ എപ്പിസോഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. നോർമലി നമ്മൾ കുക്കിങ്ങും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിങ്ങിന് പകരം നമ്മളിന്ന് പോഡ്കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചുമല്ല, ആഹാരത്തിനെ കുറിച്ചാണ് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അല്ലേ അരുണേ? പോഡ്കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി എനിക്ക് സെലിബ്രിറ്റികളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മുടെ അരുണിനെയാണ് തൂക്കിക്കൊണ്ടുവന്നത്. അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്, എന്നാൽ മാത്രമേ നമുക്കും ഒരു സെലിബ്രിറ്റി ആവാൻ പറ്റൂ. അല്ലായിരുന്നേ? ആ. അപ്പോൾ നമ്മളിന്ന് എന്ത് വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്? ഓഫ് കോഴ്സ് ഫുഡ്. എന്ത് ഫുഡ്? ഏത് ഫുഡ്? ബിരിയാണി തന്നെ എടുക്കാം. ഓക്കെ. സോ നമ്മളിന്ന് ബിരിയാണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബിരിയാണി ചേട്ടന് കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി? എനിക്ക് കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ട്, അതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, അങ്ങനെ കുറേ. അതിൽ ഏതാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഞാനിപ്പം നമ്മളിപ്പോൾ എവിടെ പോയാലും ഇപ്പം നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ ഇപ്പോൾ കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് പോയി അവരുടെ കോഴിക്കോടൻ ബിരിയാണി കഴിച്ചാൽ അത് കിടിലം തന്നെയാണ്. പക്ഷെ അതേ സാധനം നമ്മൾ വേറൊരു സ്ഥലത്ത് കോഴിക്കോടൻ ബിരിയാണിയാണെന്ന് പറഞ്ഞ് തരുമ്പോൾ അവർക്ക് ആ ഒരു സാധനം കിട്ടാറില്ല. നമുക്ക് ആ ഒരു സാധനം കിട്ടാറില്ല. ഇപ്പം അതേപോലെ തന്നെ നീ ഇപ്പോൾ ദിണ്ടുക്കൽ പോയി ദിണ്ടുക്കൽ ബിരിയാണി കഴിച്ചാൽ കിടിലുമാണ്. അതേ സാധനം നിനക്ക് ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തും കിട്ടും. പക്ഷെ ആ സാധനത്തിന്റെ പേര് ദിണ്ടുക്കൽ എന്നേ ഉള്ളൂ, കഴിക്കുമ്പോൾ വേറൊരു സാധനമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഹൈദരാബാദ് ബിരിയാണി നമ്മൾ നിനക്ക് ഇവിടെ ട്രിവാൻഡ്രത്തിന് എത്ര കടയിലുണ്ട് ഹൈദരാബാദ് ബിരിയാണി. ഈ ഹൈദരാബാദ് ബിരിയാണി എന്ന സാധനം നീ യഥാർത്ഥത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ആ സാധനം തോന്നുന്നു. പക്ഷെ നമ്മൾ ഹൈദരാബാദ് പോയി കഴിക്കുവാണെങ്കിൽ അതിന് ടേസ്റ്റ് സൂപ്പറായിട്ട് കിട്ടും. അപ്പം എല്ലാ സ്ഥലത്തും അവരുടേതായ ഒരു സാധനം ഉണ്ട് അല്ലേ? പക്ഷേ നമ്മൾ സ്ഥലത്തോട്ട് മാറുമ്പോഴാണ് ചേഞ്ചസ് വരുന്നത്. അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഫേവറേറ്റ് ബിരിയാണി ഏതെന്ന് വെച്ചാൽ ഡിപ്പെൻസ്. നമ്മൾ പോയി കഴിക്കുന്ന ഇപ്പം ഞാൻ കോഴിക്കോട് പോയിട്ട് കുറച്ച് പ്രശസ്തമായ കുറച്ച് ഹോട്ടലിലാണ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കോഴിക്കോട് ആദ്യമായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് കഴിക്കുന്നത് പാരഗൺ ഹോട്ടലിൽ നിന്നാണ്. ആദ്യമായിട്ട് പോകുമ്പോൾ. പക്ഷെ ആ ഒരു രുചി എൻ്റെ വായിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു രുചി പിന്നെ കിട്ടിയിട്ടില്ല. കമ്പയർ ചെയ്യുന്ന പിന്നെ അതെ, ആ രുചി വെച്ചാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി നമുക്ക് ഇന്ന ബിരിയാണിയാണ് കിടിലം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ വേറൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളാസ് ഒതൻറ്റിക് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മഹാരാഷ്ട്രയിലാണ് ഒരു ഹോട്ടലിൽ പോയി. ഞാൻ വേറെ സാധനം കഴിക്കാനാണ് പോയത്, കേരള ഫുഡ് കഴിക്കാൻ പോയി. എവിടെ പോയി? പൂനെ പോയിട്ട് കേരള ഒതൻറ്റിക് ബിരിയാണി കേൾക്കട്ടെ. ഒതൻറ്റിക് കേരള ബിരിയാണി കിടിലം ബിരിയാണിയാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വെന്ത അരി, അതിൽ ഉള്ളി വഴറ്റി മറ്റേ ഉള്ളിക്കറി ഇട്ടിട്ട് അതിൽ 2 പീസ് ചിക്കൻ. ഇതായിരുന്നു ഒതൻറ്റിക് ബിരിയാണി. ആ സമയത്ത് തൊട്ട് ഞാൻ ആലോചിക്കുന്നു, കേരളത്തിന് ഒരു എക്സാക്റ്റ് ആയിട്ടൊരു ഒതൻറ്റിക് ബിരിയാണി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സാധനമായിട്ട് കാണിക്കില്ല. അതിപ്പോൾ നമ്മൾ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ബിരിയാണിയാണ്. നമ്മൾ ട്രിവാൻഡ്രം സൈഡ് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് ബിരിയാണിയാണ്. പിന്നെ അത് കണക്ക് പല വെറൈറ്റീസ് ഉണ്ട്. ചില പൈനാപ്പിൾ ഇട്ട് ബിരിയാണി വയ്ക്കുന്നുണ്ട്, മറ്റേ എല്ലാം ടൂട്ടി ഫ്രൂട്ടി അതിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം പല ആൾക്കാർക്കും പലതാണ് ഇഷ്ടം. അത് പറഞ്ഞപ്പോഴാണ് ഈ ഇടയ്ക്ക് വിനീത് ശ്രീനിവാസന്റെ ഒരു പടം ഇറങ്ങിയായിരുന്നത്, ഒരു ജാതി ജാതം എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രൊമോ ആയിട്ട് വിനീത് ശ്രീനിവാസനും മറ്റേ റീൽസ് ഒക്കെ ചെയ്യുന്ന താഹ സിനിമയിലുണ്ട്, ഞാൻ കണ്ടത്. അവർ രണ്ടും കൊണ്ട് ഒരു ബിരിയാണിയുടെ പൈനാപ്പിൾ ഏലക്ക കൂടി പോയാൽ, പൈനാപ്പിൾ കൂടി പോയാൽ, അതായത് അവർ അതൊരു നെഗറ്റീവായിട്ട് അങ്ങനെ പ്രൊമോ ആണ്. ഓക്കെ, പക്ഷെ അവർ പറഞ്ഞ പൈനാപ്പിൾ ഇടുന്ന ബിരിയാണി, അത് കണക്ക് ഈ വെജ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് അത് ഞാൻ പറയില്ല, അത് നമ്മൾ അത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പൈനാപ്പിൾ ഇട്ട് കഴിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്, അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പൊ ആ ഒരു സാധനം കഴിച്ച് ശീലിച്ച ഒരാളടുത്ത് പൈനാപ്പിൾ ഇട്ട ബിരിയാണി അല്ലെന്ന് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ എവിടെ പോയാൽ കറക്റ്റ് ബിരിയാണി തന്നെ കിട്ടും? അങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ നമ്മള് ഒറിജിനൽ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കേരളത്തിൽ തന്നെ നമുക്കിപ്പോ തന്നെ പല ബിരിയാണി നമ്മൾ പറയണം. തിരുവനന്തപുരത്ത് ഇവിടെ കോഴിക്കോട് ഇടുന്ന കറക്റ്റാണ്, അല്ലെങ്കിൽ മലപ്പുറത്ത് ഇടുന്ന കറക്റ്റാണ്, അല്ലെങ്കിൽ കാസർഗോഡ് ഇടുന്ന കറക്റ്റാണ്, പല സ്ഥലത്തുനിന്ന്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പം ചെന്നൈ പോയി കഴിഞ്ഞാൽ ചെന്നൈ തന്നെ പല വെറൈറ്റീസ് ബിരിയാണിയുണ്ട്. മറ്റേ അമ്പൂർ ബിരിയാണി, കല്യാണ വീട്ടി ബിരിയാണി, ദിണ്ടുകൽ ബിരിയാണി. അപ്പം ഇപ്പൊ ഓരോ ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഈ ബിരിയാണി ഇന്ന പോലെ ഇരിക്കണം എന്നാലേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ? പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരുടെ വായിൽ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്.
അപ്പം നമ്മൾ ഇത്രയൊക്കെ ബിരിയാണിയെ കുറിച്ച് സംസാരിച്ചിരിക്കും. നിനക്ക് തിരുവനന്തപുരത്ത് കഴിച്ചിട്ടുള്ള 3 നല്ല ബിരിയാണിയുടെ സ്പോട്ട് ഏതൊക്കെയെന്ന് പറയാം? ഫസ്റ്റ് വൺ ബിസ്മി ബാലരാമപുരം. അത് അടിപൊളിയാണ്. മട്ടൻ ബിരിയാണി, മട്ടൻ ചാപ്സ് കോമ്പിനേഷൻ. അവിടുത്തെ മട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, പോലെ വരും. നല്ല വെന്ത് സെറ്റായതാണ്. രണ്ടാമത്തെ വന്നിട്ട് മലബാർ ഗസ, അതും അടിപൊളിയാണ്. അത് അവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ വരും. ഇല്ല, അങ്ങനെ പിടിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ്. അത് മട്ടനല്ല ചിക്കൻ. ഓക്കെ, അത് നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവറുമാണ്. ദമ്മാണ്, പൊളിയാണ്, അടിപൊളിയാണ്. പിന്നെ മൂന്നാമത്തത് ലേലൂമീർ, അതും അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കിട്ടും, അതും അടിപൊളിയാണ്. അത് രണ്ടും കിട്ടില്ല കോമ്പിനേഷൻ. മറ്റേ വൈറ്റ് ചട്നി, വൈറ്റ് കളർ കട്ടി ചമ്മന്തി, അത് മലബാർ സ്റ്റൈൽ തന്നെയാണ് അത്. അതെ. ഇപ്പം നീ ഇപ്പോൾ പറഞ്ഞ സംഭവം 3 ബിരിയാണി സ്പോട്ടും അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം ബിസ്മി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആൾക്കാർ കുറവായിരിക്കും. മിക്ക ആൾക്കാർക്കും മട്ടൻ ഇഷ്ടമാണെങ്കിൽ ബിസ്മി അറിയായിരിക്കും. പക്ഷേ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് പഴക്കമുള്ള 50 വർഷത്തിന് പുറത്ത് പഴക്കങ്ങളും കാണും. അങ്ങനെ അത്രയും പഴക്കമുള്ള ബിരിയാണി സ്പോട്ടുകളൊക്കെ ഉണ്ട് ട്രിവാൻഡ്രത്ത്. ഇപ്പം നീ ഇപ്പോൾ പറഞ്ഞ ബാക്കി ലേലുമീറും മലബാർ ഗസയൊക്കെ വന്നു ചേർന്ന ബിരിയാണികളാണ്. പക്ഷെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന കുറേ പഴയ ബിരിയാണികളാണ്. ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ ചെറുതിലേക്ക് ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയി ഇപ്പോൾ കിഴക്കേക്കോട്ടയൊക്കെ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നൊരു സ്പോട്ടാണ് ആസാദ് ഹോട്ടൽ. പഴയ ഹോട്ടലാണ്. ഇപ്പോൾ അവിടുത്തെ ബിരിയാണിയുടെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അന്നതൊരു കിടിലൻ ബിരിയാണിയായിരുന്നു. അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ, അന്നത്തെ സമയത്ത് അടിപൊളി ബിരിയാണി. പിന്നെ നമുക്കൊരു അവിടെ കഴിക്കാൻ തന്നെ എന്തൊരു തിരക്കാണെന്ന് അറിയാമോ? അപ്പോൾ ചേട്ടാ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, തിരിച്ച് ഞാൻ ചോദിക്കാം. ഓക്കെ. ഈ മെയിൻലി ഫുഡിനെ കുറിച്ചുള്ള സംസാരം വരും. മെയിൻലി ബിരിയാണിയുടെ കേസ് വരുമ്പോഴത്തേക്കും അത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നൊരു ചോദ്യം വരുന്നു. അതെ, ബിരിയാണിയുടെ കേസ് എന്നല്ല, എല്ലാ ഫുഡും ഹെൽത്തിയാണ്. പക്ഷെ നമ്മളത് ഇൻടേക്ക് ചെയ്യുന്ന കണക്കിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം എങ്ങനെ കഴിക്കുന്നു അതനുസരിച്ചാണ് അത് അൺഹെൽത്തി ആവണത്. പിന്നെയെന്ന് പറഞ്ഞാൽ കാരണം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഫുൾ ന്യൂട്രീഷ്യസ് ഉള്ള ഒരു കിടിലൻ ഫുഡാണ്. അതിനകത്ത് കാർബുണ്ട്, പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്, എല്ലാം ഉള്ള സാധനമാണ് ബിരിയാണി. പക്ഷെ അത് നമ്മുടെ നോർമലി നമ്മൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി എപ്പോഴും ഹെൽത്തി ആയിരിക്കും. പക്ഷെ അത് എല്ലാ കടകളിലും അല്ല, ചില കടകളിൽ അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ അവരിപ്പം നെയ്ക്ക് പകരം ഡാൽഡ ആക്കും, ദമ്മിന് പകരം എന്ത് ചെയ്യും, ഫ്രൈ ചെയ്ത് ഇടിച്ച് ചെയ്ത്. ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ട് വരുമ്പോൾ കളറൊക്കെ ആഡ് ചെയ്യും, കളറ്, എസൻസ്, അത് ഇതൊക്കെ ആഡ് ചെയ്ത് ഇതിനെ കുളമാക്കും. അല്ലെങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞത് സൂപ്പർ ഫുഡാണ്. നീ ഇപ്പം എൻ്റെ ചോദിച്ചില്ലേ ബിരിയാണി ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? അതിനൊരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി പറയാൻ മുന്നേ, ഈ സ്റ്റോറി പറയുന്നതിന് മുന്നേ ഇത് എങ്ങനെ എവിടെ നിന്ന് വന്നു എന്നുള്ള ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് എനിക്കറിയാവുന്ന അറിവ് വെച്ചിട്ടാണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയിൽ നിന്നാണ് ബിരിയാണി ഇങ്ങോട്ട് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാൻ എന്നൊക്കെ പറയാം. അവിടെ നിന്നാണ് ഈ ബിരിയാണി ഉണ്ടായതെന്ന് പറയുന്നു. പക്ഷെ അത് നമ്മുടെ നാട്ടിലോട്ട് വന്നത് അവിടുത്തെ കുറച്ച് പേർഷ്യൻ ട്രാവലേഴ്സ് ഇങ്ങോട്ട് വരുന്നതും അതിൻ്റെ കൂടാതെ മുഗൾ ചക്രവർത്തിമാർ വരുന്ന അവരുടെ കാലഘട്ടത്തിലാണ് ഈ സാധനം ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നത്, ബിരിയാണി. പിന്നെ ഇത് ഹെൽത്തി ആണോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഒരു മെയിൻ കഥ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ട് ഷാജഹാൻ ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അവരൊരു യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഷാജഹാൻ ചക്രവർത്തിയുടെ വൈഫായ മുംതാസ് മഹാൾ ഈ ഒരു ഭടന്മാരുടെ ടെൻറ്റ് സന്ദർശിക്കാനായി. പക്ഷെ അവിടെ ചെല്ലണ സമയത്ത് എല്ലാ ഭടന്മാരും ഭയങ്കര ക്ഷീണവും അവർക്കൊട്ട് ആരോഗ്യമില്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. അങ്ങനെ മുംതാസ് മഹാൾ നമ്മുടെ കൊട്ടാരത്തിലെ സുപ്പീരിയർ ഷെഫിനോട് പറയും, നമ്മുടെ ഭടന്മാർക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അങ്ങനെ കൊട്ടാരത്തിലെ സുപ്പീരിയർ ഷെഫ് ഒരു പുതിയ രീതിയിൽ ബിരിയാണിയെ സെറ്റ് ചെയ്തെടുത്തു. അതിന് മുന്നേ ബിരിയാണി ഉണ്ട്, അതിന് പുതിയ രീതിയിൽ ബിരിയാണി ഇന്ന് കാണുന്ന ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ കുറേ നേരം കൊണ്ട് ഒരു നല്ല തള്ളുകളല്ലേ ബിരിയാണിയെ കുറിച്ച് അല്ലേ? അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ബോറായി കാണും. ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് അവരൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഫണ്ണാക്കിയാലോ? ഓക്കെ. അല്ല, ഒന്നുമില്ല, ഈ ഇരിക്കുന്ന ചെറിയ കുറച്ച് നമ്മൾ ബിരിയാണിയിലിടുന്ന കുറച്ച് സ്പൈസസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ മലയാളം പേര് നീ പറഞ്ഞു തന്നാൽ പറഞ്ഞുതരാമോ? ആദ്യം ഇരിക്കുന്ന സാധനത്തിൻ്റെ പേര് ഇതോ? മലയാളം പേര്. സ്റ്റാർ മലയാളമല്ല, നക്ഷത്രം മലയാളമാണ്. അത് ഉറപ്പാണ്, മലയാളം. നക്ഷത്രം അല്ല, അടിപൊളി. ഇപ്പൊ അതിന്റെ പേരെന്താ? പട്ട. അതിന്റെ ഇപ്പൊ ഏലക്ക. അതിലൊരു സാധനം ഉണ്ടല്ലോ, അത് മറ്റേ കുരു. അതിന് പേരുണ്ടോ?
ജാതിക്ക. അത് പറഞ്ഞ ഇത് ഇപ്പഴത്തേക്കാ ജീരകം. ജീരകം? എന്ത് ജീരകം? ജീരകം നമ്മള് കറിക്കിടുന്ന ജീരകം വേറെ ഉണ്ടല്ലോ. ഇതെന്ത് ജീരകം? ബിരിയാണിയിലിടുന്ന ജീരകം അല്ല, മറ്റല്ല അത് പെരുംജീരകം. അതെ, പെരുംജീരകം. ഇത് തന്നെ അറിയാം. അപ്പൊ ആ തീങ്ങ സാധനത്തിന്റെ പേരെന്നെ കറിയില്ല. തക്കോലം. തക്കോലം. നീ മലയാളത്തിന്റെ പേരൊക്കെ പറഞ്ഞു. ഓക്കെ, നീ ഇതിൽ നിന്ന് 3 ഇംഗ്ലീഷിൽ പറയാമെങ്കിൽ, ഏതെങ്കിലും 3 ഇംഗ്ലീഷിൽ പറയാമെങ്കിൽ എനിക്ക് ഞാനൊരു സർപ്രൈസ് തരും. സർപ്രൈസാ? ആ, ഓക്കെ. പറ. ഡ്രൈ ലെമൺ. ഓക്കെ. കാർഡമം. അതിൻ്റെ അറിഞ്ഞൂടെ. സിനിമ. നീ ഒപ്പിച്ചളഞ്ഞ. അപ്പൊ നിനക്ക് ഞാൻ സർപ്രൈസ് തരേണ്ടി വരും. ഓക്കെ. ഇതിന്റെ പേരറിയാം നമുക്ക്? സ്റ്റാർ ആണെന്നറിയാം. സ്റ്റാർ അനൈസ്. സ്റ്റാർ അനീസ്. ഇത് നട്ട്മക്. നട്ട്മക്. ഇത് ഫെനൽ സീഡ്സ്. ജീരകത്തിൻ്റെയാണ് ഫെനൽ സീഡ്സ്. ജീരകമല്ല, അത് പെരുംജീരകം. പെരുംജീരകം. പിന്നെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് ഞാൻ സർപ്രൈസ് തരും. ഓക്കെ. ഓക്കെ. പക്ഷെ സർപ്രൈസ് തരാൻ എൻ്റെ ഒരു സാധനമുണ്ട്, ഒരു റിമോട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പം സർപ്രൈസ് നിനക്ക് വരും. ഓക്കെ. ഒന്നാണ്ട സാധനം സർപ്രൈസ് ഒന്നാണ്ട. നീ എപ്പടി ഇருக்கு സർപ്രൈസ്? നീ ഇന്ന് ഞാനൊരു 3 സ്പോട്ട് വെച്ചപ്പോൾ നീ ഒരു 3 പേരൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ അവിടെ നിന്നല്ല ഇത് ബിരിയാണി. ഇതൊരു വെൺപാലോട്ടത്തെ ഗ്രാൻഡ്യൂസ് എന്ന് പറയുന്ന ഒരു ടേക്ക് അവേ കൗണ്ടറുണ്ട്, അറിയാമോ? ഗ്രാൻഡ്യൂസ് ഒരു ടേക്ക് അവേ കൗണ്ടറാണ്. അവിടെ ബിരിയാണി നമുക്ക് പോയി വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വരും. അവിടെ പക്ഷെ പോയി ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ബിരിയാണിയാണ്. അതെ, നിനക്ക് ഞാൻ ഒരു ചലഞ്ച് കൊണ്ട് തരാം. നീ ചലഞ്ചുണ്ട്, വെറുതെ നീ ബിരിയാണി നീ 30 സെക്കൻഡ് ഈ ബിരിയാണി ഫിനിഷ് ചെയ്താൽ, 30 സെക്കൻഡിൽ ഈ ബിരിയാണി ഫിനിഷ് ചെയ്താൽ നിനക്ക് ഞാൻ ഈ 500 രൂപ തരും. ഇൻട്രസ്റ്റിംഗ്. 30 സെക്കൻഡ് ഈ ബിരിയാണി ഫിനിഷ് ചെയ്താൽ നിനക്ക് 500 രൂപ തരും. അത് നിൻ്റെ കഴിവ് പോലെ ഇരിക്കും. എന്താ പറയണ? ട്രൈ. അപ്പോൾ നിൻ്റെ സമയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 30 സെക്കൻഡേ. ഓക്കെ, സ്റ്റാർട്ട്. തൊണ്ടയിലൊന്നും എഴുതി മരിക്കില്ല നീ. ഇല്ല. ആ, കൊള്ളാല്ലേ? എങ്ങനെയുണ്ട്? നൈസാണ്. ഒഴിച്ച സാധനം എന്തുവാടാ നീ ഇപ്പോൾ ഒഴിച്ചേ? കഴിക്കട്ടെ പറഞ്ഞ. അങ്ങനെ ഇപ്പോഴേ 1 മിനിറ്റായി. ഇവന് ഞാൻ 30 സെക്കൻഡ് കൊടുത്ത്, ഞാൻ എന്നിട്ട് പാവമെന്ന് വിചാരിച്ച് 1 മിനിറ്റ് വരെ കൊടുത്തിട്ട് പോലും ഇവ അതിൻ്റെ പകുതി പോലും ആയില്ല. അതുകൊണ്ട് ഈ 500 രൂപ ഞാൻ നിനക്ക് തരില്ല കേട്ടാ. ഓക്കെ. വേറെ ചലഞ്ചല്ലോ? വേറെ ഒരു ചലഞ്ചൊന്നുമില്ല. നീ വേണമെങ്കിൽ ആ ബിരിയാണി കഴിച്ചോ. ഓക്കെ. സംഭവം കൊള്ളാം, എന്തായാലും കൊള്ളാം. അതിന് ബിരിയാണി അഭിപ്രായം പറ, നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയല്ലേ. ഇതിനകത്ത് ഇതെന്ത് വരുന്നടാ? അത് ഡേറ്റ്സും മുളകും എല്ലാം കൂടെ ഒരു പുളിപ്പും എല്ലാം ഉണ്ട്. കൊള്ളാം. മിക്സ് ആയിരുമ്പോഴത്തേക്ക് നൈസ്. അതെ, പീസ് ഉണ്ടോ? പീസ് അത്യാവശ്യം 2 വലിയ പീസുണ്ട്. നല്ലതാണ്. അങ്ങനെ ഫുഡ് സ്പോട്ടിലൊന്നും ആഡായി. ഈ ഒരു സ്പോട്ട് എനിക്ക് പറഞ്ഞു തന്നതേ കോഴിക്കോട്ടുള്ളൊരു എൻ്റെ ഫ്രണ്ട് എന്നെ കഴിഞ്ഞ ആഴ്ച കാണാൻ വന്നത്. അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പുറത്തുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇവിടെ താമസിക്കുന്ന വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ പോയി. നമ്മൾ ട്രിവാൻഡ്രത്ത് വരെ താമസിക്കുന്നു വാടകയ്ക്ക്. അവിടെ ചെന്നപ്പോൾ അവരാണ് റെക്കമെൻഡ് ചെയ്തത് ഇങ്ങനൊരു സ്പോട്ടുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞത്. പക്ഷെ കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി പോഡ്കാസ്റ്റ് നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതേപോലെ തന്നെ പുതിയ ഫുഡ് സ്പോട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നോക്കട്ടെ ലാസ്റ്റ്